അപ്പോൾ ഇന്നലെ രാത്രി ആയപ്പോൾ കെട്ടിയവൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് കറി വെച്ച് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. 8:30 കഴിഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്നാലും വിചാരിച്ചു കറി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലത്തേനും ആവുമല്ലോ. അപ്പോൾ എൻ്റെ മോൻ സവോളയും തക്കാളിയൊക്കെ ചോപ്പ് ചെയ്ത് തരുവാണ് കേട്ടോ. അയാളായിട്ട് തന്നെ പറഞ്ഞാണ് ചെയ്ത് തരാമെന്ന്. നല്ല നീറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യമേ തന്നെ പറയാം, എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടു. അതൊന്ന് വഴറ്റി പച്ചമണം മാറിയപ്പോൾ ഉള്ളി ചതച്ചതും സവോളയും തക്കാളിയും ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. കറി കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. അപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം തിളപ്പിച്ച വെള്ളം ചേർക്കുമ്പോഴത്തേന് പെട്ടെന്ന് കറിയായി കിട്ടുമല്ലോ. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക്, തിളപ്പിച്ച വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നിടം വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 3 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ കറിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഒരല്പം നേരവും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് അരച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ചൊന്ന് ജസ്റ്റ് വെച്ചേക്കും കേട്ടോ. അപ്പോഴത്തേന് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. തട്ടിക്കൂട്ടാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രി ചപ്പാത്തിയും പൊറോട്ടയൊക്കെ മേടിച്ചിട്ട്, ചപ്പാത്തി വീട്ടിലുണ്ടാക്കി പൊറോട്ട പുറത്തുനിന്ന് മേടിച്ചിട്ട് അതുമായിട്ട് കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പം ഇത്രയുള്ള വിശേഷം. ടാറ്റ ബൈ ബൈ. വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ.